നമസ്തേ, ധ്വനിയുത്തമൻ. ക്രൈസ്തവരെ സംബന്ധിച്ച് BJP എന്ന പാർട്ടിയെ ഭയപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ക്രൈസ്തവർക്കെതിരാണ് BJP, ന്യൂനപക്ഷത്തിനെതിരാണ് BJP. ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതിന്റെ ഉള്ളിലെ കാരണം എന്താണ്? അത് കൃത്യമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗക്കാര് മനസ്സിലാക്കിയിരിക്കണം. 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിൽ 5 സംസ്ഥാനം ക്രൈസ്തവർക്ക് വളരെ ശക്തിയുള്ള സംസ്ഥാനങ്ങളാണ്. 5 സംസ്ഥാനങ്ങൾ ക്രൈസ്തവർക്ക് മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുമാണ്. 25% ക്രൈസ്തവരുള്ള സംസ്ഥാനമാണ് ഗോവ. 41% ക്രൈസ്തവരുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. 75% ക്രൈസ്തവരുള്ള സംസ്ഥാനമാണ് മിസോറാം. 87% ക്രൈസ്തവരുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. 88% അരുണാചൽ പ്രദേശിലും ക്രൈസ്തവ വിഭാഗക്കാരുണ്ട്. ഈ 5 സംസ്ഥാനവും ഭരിക്കുന്നത് BJP ആണ്. 18% മാത്രമേ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗക്കാരുള്ളൂ. എല്ലാ കോലാഹലവും നടന്ന മണിപ്പൂരിലാണെങ്കിൽ 41% ക്രൈസ്തവരാണ്. എന്നിട്ടും അവിടെ BJP ആണ് ഭരണത്തിലുള്ളതെങ്കിൽ അതൊരു പുനർചിന്തനത്തിനുള്ള കാരണം തന്നെയാണ്. അവിടെയൊക്കെ അബദ്ധത്തിൽ BJP കയറി വന്നതൊന്നുമല്ല. ഈ പറഞ്ഞ കോലാഹലങ്ങൾക്ക് മുമ്പും BJP തന്നെയായിരുന്നു, കോലാഹലത്തിന് ശേഷവും ഭരിക്കുന്നത് BJP തന്നെയാണ്. അപ്പോ 3 തവണ വരെ തുടർച്ചയായി BJP ജയിക്കുന്നു, തുടർച്ചയായി BJP ഭരിക്കുന്നുവെങ്കിൽ ഇവിടെ കേരളത്തില് എന്താണ് ഈ പ്രശ്നം? ഇത്ര മോശമായിട്ടുള്ള പാർട്ടിയായിരുന്നു BJP എങ്കിൽ അവിടുത്തെ ക്രൈസ്തവർ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും BJPനെ ജയിപ്പിച്ചു കൊണ്ടുവരുന്നത്? ഇവിടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങള്, കള്ളത്തരങ്ങള് കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഇലക്ഷൻ നോക്കി മാത്രം ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ കേരളത്തിലെ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായ സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ അത് വാർത്തയാക്കി കൊണ്ടുവന്നിരുന്നോ? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചപ്പോ എന്തൊരു പ്രതിഷേധമായിരുന്നു MP റഹീമും ജോൺ ബ്രിട്ടാസും ഒക്കെ. അതുമാത്രമോ, കേരളത്തിലെ പള്ളികളിലെ പ്രോപ്പർട്ടി കയ്യേറി എന്ന് പറഞ്ഞിട്ട് എത്ര ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ അതൊരു വാർത്തയാക്കി കൊണ്ടുവന്നോ? പ്രതിഷേധിച്ചതായിട്ട് കണ്ടോ? ഇല്ലല്ലേ. ആകെ മുനമ്പത്തെ വിഷയം മാത്രമേ വാർത്തയായിട്ട് വന്നുള്ളൂ. അന്ന് BJPക്കാരുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. മറ്റ് പ്രസ്ഥാനക്കാർ അവിടെ എടുത്ത നിലപാട് എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി, അത് കേരളത്തിൽ മാത്രമേ 2 ആവുന്നുള്ളൂ. കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവരൊന്നാണല്ലോ. അവരെ എല്ലാവരും കൂട്ടിക്കഴിഞ്ഞാല്, കോൺഗ്രസ്, CPM, തൃണമൂല്, ആം ആദ്മി എല്ലാവരെയും കൂട്ടിക്കഴിഞ്ഞാല് അവരിൽ എത്ര ക്രൈസ്തവ MLA മാരുണ്ട് എന്ന് നോക്കിയിട്ടുണ്ടോ? 34 പേര്. ഇന്ത്യയിൽ മൊത്തത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യത്തിന്റെ ഘടക കക്ഷികൾ എത്ര ക്രൈസ്തവ MLA മാരുണ്ട് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ 234 എന്ന് പറയാം. അപ്പോ ഈ 234 ക്രൈസ്തവ MLA മാരെ സൃഷ്ടിച്ച BJP എന്ന പാർട്ടി വർഗീയ പാർട്ടിയാണ് അല്ലെ? അവർ ന്യൂനപക്ഷത്തിന് എതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കണക്ക് പറയാൻ മടി കാണിക്കരുത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ട്? എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാര് 84 പേരുണ്ട്. 3 സംസ്ഥാനത്തുള്ള ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുള്ളത് തന്നെ BJPയുടെ മുന്നണിയിലാണ്. ഇനി പറ, ഈ പ്രദേശത്ത് മുഴുവനുള്ള ക്രിസ്ത്യാനികൾക്കും ബോധമില്ലാഞ്ഞിട്ടാണോ, വിവരമില്ലാഞ്ഞിട്ടാണോ, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ BJPയെ കൂടെ വിജയിപ്പിക്കുന്നത്? അപ്പോ കേരളത്തിൽ മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇതൊന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് വോട്ട് ചെയ്യണം.